ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാനും മിക്കുക്കുട്ടനും കൂടിയിട്ട് ഒരു ചെറിയ പർച്ചേസിന് വേണ്ടി മട്ടാഞ്ചേരി വരെ പോവുകയാണ്. അപ്പോൾ നമ്മൾ വീടിനടുത്ത് നിന്ന് തന്നെ ഒരു ഓട്ടോ എടുത്തിട്ട് കച്ചേരിപ്പടി ബസ് സ്റ്റോപ്പിലേക്ക് പോയി അവിടെ നിന്ന് മട്ടാഞ്ചേരിയിലേക്കുള്ള ബസ്സിലേക്ക് കയറിയിരിക്കുകയാണ്. മിക്കു ആദ്യമേ ഒറ്റയ്ക്ക് സീറ്റ് ഇരുന്നോളാന്ന് പറഞ്ഞ് പിന്നെ ആൾക്കൊന്നും കാണാൻ പറ്റാത്തതുകൊണ്ട് എൻ്റെ മടിയിലേക്ക് കയറിയിരുന്നു. ബസ്സിൽ കയറിയപ്പോഴത്തേക്ക് തന്നെ ഞാൻ കണ്ടക്ടറോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു മട്ടാഞ്ചേരി എത്തുമ്പോഴത്തേക്ക് പറയണേ എന്നുള്ളത്. പിന്നെ എനിക്ക് പേടിയായിരുന്നു ബസ്സിൽ സീറ്റ് കിട്ടുമോ, നമ്മൾ ഇറങ്ങുന്നതിന് മുമ്പ് ബസ് വിട്ടു പോകുമെന്നൊക്കെ ഓർത്ത് ആകെ പേടിയായിരുന്നു. അങ്ങനെ നമ്മൾ മട്ടാഞ്ചേരിയിലേക്ക് എത്തിയിട്ടുണ്ട്. മട്ടാഞ്ചേരിയിലേക്ക് എത്തിക്കഴിഞ്ഞിട്ട് ഒരു ഓട്ടോ പിടിക്കേണ്ടി വന്നു. പാലസ് ജ്വല്ലറിയിലേക്കാണ് നമുക്ക് പോകേണ്ടിയിരുന്നത്. അപ്പോൾ ഒരു ഓട്ടോ ചേട്ടൻ നമ്മൾ കറക്റ്റായിട്ട് പാലസ് ജ്വല്ലറിയുടെ വാതിക്കെ തന്നെ ഇറക്കി തന്നിട്ടുണ്ടായിരുന്നു. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് തിരക്കൊന്നും അധികം ഉണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മൾ മെയിനായിട്ട് വന്നത് വെള്ളി ആഭരണങ്ങൾ വാങ്ങാൻ വേണ്ടിയിട്ടാണ് വന്നത്. മിക്കു ഇനിയിപ്പോൾ സ്കൂൾ ഓപ്പണിംഗ് ആയതുകൊണ്ട് തന്നെ സ്കൂളിലേക്ക് ഗോൾഡൊന്നും ഇട്ട് കൊണ്ടുപോകാൻ പറ്റത്തില്ലല്ലോ. അപ്പോൾ നമ്മൾ വെള്ളിയുടെ സാധനങ്ങളൊക്കെ വാങ്ങാമെന്ന് കരുതിയിട്ട് വന്നതാണ്. മിക്കുവിൻ്റെ അരഞ്ഞാണം നമ്മളെടുത്ത്, പിന്നെ മിക്കുവിൻ്റെ കാലിൽ എല്ലാവർക്കും അറിയാം നമ്മൾ പാദസരമാണ് പണിതിട്ടിരുന്നത്. അപ്പോൾ ഇനി വെള്ളിയുടെ പാദസരം പോയി ആയതുകൊണ്ട് വേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ ഈ ഒരു ബ്രേസ്ലെറ്റ് ഞങ്ങളെടുത്ത്, അതേപോലെ ഒരു അരഞ്ഞാണം എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ കുറേ നാളായിട്ട് ഒരു രാമമോതിരം വാങ്ങണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അത് കണ്ടപ്പോൾ എൻ്റെ സൈസ് കിട്ടി, അതുകൂടി വാങ്ങിച്ചു. പിന്നെ ഈ ഒരു ഇടിവള നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു, പക്ഷേ മിക്കുവിൻ്റെ സൈസ് ഉണ്ടായിരുന്നില്ല കേട്ടോ. പിന്നെ മെയിനായിട്ട് പറയുകയാണെങ്കിൽ ഒത്തിരി സിൽവർ ജ്വല്ലറി ആഭരണങ്ങൾ അവിടെയുണ്ട്. എല്ലാ തരത്തിലുള്ള ആഭരണങ്ങളുണ്ട്. നമ്മുടെ ബ്രേസ്ലെറ്റ് ആയിക്കോട്ടെ, അതേപോലെ നമ്മുടെ ലോക്കറ്റുകൾ, ഒത്തിരി എന്തോരം കളക്ഷനാണെന്ന് അറിയാമോ അവിടെ ഉള്ളത്. അവർ പറയണത് ആ കളക്ഷനല്ല, അവർ ഓർഡർ കൊടുത്തിട്ടുണ്ട്, ഓൾമോസ്റ്റ് എല്ലാം തീർന്നിരിക്കുകയാണെന്നാണ്. എന്നാലും ഉള്ള കളക്ഷൻസൊക്കെ എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. അങ്ങനെ ഞാൻ ഓരോന്ന് നോക്കിക്കൊണ്ടിരുന്ന സമയത്ത് ശ്യാമേട്ടൻ എത്തിയിട്ടുണ്ട്. അപ്പോൾ ശ്യാമേട്ടൻ വരാൻ വേണ്ടിയിട്ടാണ് ഞങ്ങളവിടെ പതുക്കിനെ നിന്നത്. ശ്യാമേട്ടൻ വന്നതുകൊണ്ടായിരുന്നു ഞങ്ങൾ വേഗത്തിൽ തന്നെ ബില്ലാക്കി വീട്ടിലേക്ക് പോകാമെന്ന് കരുതിയിരുന്നപ്പോഴത്തേക്ക് മിക്കുവിന് ചോക്ലേറ്റ് വേണമെന്ന് പറഞ്ഞു. ചോക്ലേറ്റ് കഴിക്കാനായിട്ട് നമ്മൾ അതിനടുത്തുള്ള ഒരു ബേക്കറിയിൽ കയറി ചോക്ലേറ്റ് ഞങ്ങൾ ലെമൺ ജ്യൂസൊക്കെ കുടിച്ചു. അപ്പോൾ എന്തായാലും മട്ടാഞ്ചേരിയിൽ വരുമ്പോഴത്തേക്ക് ഉറപ്പായിട്ട് നമുക്ക് കുരിയച്ചൻ്റെ നടയിൽ കയറാതിരിക്കാൻ പറ്റില്ലല്ലോ. അങ്ങനെ നമ്മൾ പറഞ്ഞെങ്കിൽ കുരിയച്ചൻ്റെ നടയിലേക്ക് പോകാമെന്ന്. ആ സമയത്ത് നല്ല മഴയായിരുന്നു. മഴയായതുകൊണ്ടാകും പള്ളിയിൽ കുറച്ച് പേരെ ഉണ്ടായിരുന്നുള്ളൂ. എന്തായാലും തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല. നന്നായിട്ട് തന്നെ കുരിയച്ചനോട് പ്രാർത്ഥിക്കാൻ പറ്റി. അതിന് ശേഷം നമ്മൾ എല്ലാ പ്രാവശ്യവും പോകുമ്പോഴത്തേക്ക് കുരിയച്ചന് മുല്ലപ്പൂ മാല സമർപ്പിക്കാറുണ്ട്. അങ്ങനെ മാല കൊടുത്തതിന് ശേഷം ഇപ്പുറത്തെ പള്ളിയിലും പോയി പ്രാർത്ഥിച്ചു. ശേഷം നമ്മൾ വീട്ടിലേക്ക് പോകാനായിട്ട് ഒരുങ്ങിയപ്പോഴത്തേക്ക് മിക്കുവിന് അവിടെ ഒരു ഫ്രണ്ടിനെ കിട്ടി. അങ്ങനെ ആ കുട്ടിയായിട്ട് കുറച്ച് നേരം കളിച്ചതിന് ശേഷം നമ്മൾ വേഗം തന്നെ വീട്ടിലോട്ട് പോകുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നെക്സ്റ്റ് വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.